ഇരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി അവസ്ഥ. അബൂജാഹിലാണ് ഉടനെ ഉത്തരവിട്ടത്, നേരം വെളുക്കുമ്പോ മക്ക മുഴുവനെ അരിച്ചു പെറുക്കി തെരഞ്ഞോളണം. എന്നിട്ട് ആരാണോ കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് അവർക്ക് 100 ഒട്ടകങ്ങൾ കൊടുക്കുന്നു ഓഫർ ചെയ്ത്. 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഓഫർ അന്നത്തെ കാലത്ത് കിട്ടാനുണ്ടാവും. നാനാഭാഗത്തേക്കും അന്വേഷണക്കാർ പോയി. പക്ഷെ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദുർഘടമായ സ്ഥലത്തെത്തുന്നത്. ഒരിക്കലും വേറുള്ള ഒരാളുടെ ചിന്തയിലും നബി ഈ മലയിൽ കയറുന്ന പ്രതീക്ഷയില്ല. പക്ഷെ അബൂജഹലിന് തോന്നിയിട്ട് ഇവിടെ ഉണ്ടാവും. അവന്റെ ബുദ്ധികൾ ആലോചിച്ച് നോക്കിയപ്പോ അബൂജഹൽ അത്ര മോശക്കാരനല്ലല്ലോ. മക്കയിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തിയാണ് ഈ അബൂജാഹിൽ. അതുകൊണ്ട് അബൂജാഹിലിന് തോന്നി ബാക്കിയുള്ളവരൊക്കെ സാധാരണ മനുഷ്യൻ കയറുന്ന മലയിക്കൊക്കെ പോയി. അബൂജാഹിൽ മാത്രമാണ് ഈ ജബൽ സൗറിന്റെ മോൾക്ക് വന്നത്. ഓന് കൂടെ കുറച്ച് ശിങ്കിടികളും കൂടി. എന്നിട്ട് വന്ന് അവർ റസൂലുള്ള ഇരിക്കുന്ന ഗുഹന്റെ മുന്നിലോട്ട് എത്തുകയാണ്. മുന്നിലെത്തുമ്പോ അവരുടെ കാലിന്റെ അടിഭാഗം, മുട്ടിന്റെ താഴേക്കുള്ള ഭാഗം, വാളിന്റെ ഊരിപ്പിടിച്ച വാളിന്റെ പകുതി ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. ആര്? അകത്തിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല. എന്താണ് അതിന്റെ അവസ്ഥ? ഒളിച്ചിരിക്കുന്ന ആളുകളാണ്. അവരെ മുന്നിലാണ് ശത്രുക്കളുടെ നേതാവ് വന്ന് നിൽക്കുന്നത്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അബൂജാഹിലും ടീമൊക്കെ ഉള്ള വന്നിട്ടുള്ളത്, അവരെങ്ങാനൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണൂലോ എന്ന് പറഞ്ഞു. ആരായാലും പേടിച്ചു പോലെ. ശരിയാണ്, ആ പേടിച്ചിട്ടേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കി പോകും. അപ്പൊ കുഞ്ഞു നോക്കും ചെയ്യും. അങ്ങനെയാണ് ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ സംഭവിക്കുക. പക്ഷെ റസൂലായതുകൊണ്ട് റസൂൽ ഇങ്ങനെ ഇരുന്ന് ശാന്തനായി ഇരുന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ, ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ, നീ എന്തിനാ പേടിക്കണ, അള്ളാഹു നമ്മളെ കൂടെയാണ്. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഖളായിലുള്ള വിശ്വാസമാണ്, അള്ളാഹിന്റെ നിശ്ചയത്തിലുള്ള ആ വിശ്വാസം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമുക്കൊന്നും ആ വിശ്വാസം കിട്ടൂല എന്തായിരുന്നാലും. ആ വിശ്വാസം, അതായത് റസൂൽ കണക്കൂട്ടുന്ന എന്താ അറിയോ? കുഞ്ഞു നോക്കിയാൽ കാണുന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. അതിന് ഈ കുഞ്ഞു നോക്കുക എന്നുള്ള ചിന്ത അബൂജാഹിലിന്റെ തലയിൽ ഇത് വരണമെങ്കിൽ അള്ളാഹു താല ഇട്ട് കൊടുക്കണ്ടേ, കുഞ്ഞു നോക്കണം എന്ന്. അതിന് ആ ചിന്ത ഇട്ട് കൊടുക്കണ്ടേ അള്ളാഹ് നമ്മളൊപ്പം ഉള്ളത്. പിന്നെ എങ്ങനെ ഇത് കുഞ്ഞു നോക്കലുണ്ടാവില്ലല്ലോ, ഉറപ്പല്ലേ? പിന്നെന്താ പേടിക്കാന്? അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹ് നമ്മളൊപ്പം എന്ന് പറഞ്ഞാൽ അബൂജാഹിലിനെ കൊണ്ട് ഇത് നോക്കിപ്പിക്കേണ്ട ആള് നമ്മളെ കൂടെ ഉള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട, നോക്കലുണ്ടാവില്ല. സംഭവിച്ച അങ്ങനെ തന്നെയാണ്. നോക്കിയില്ലാതെ കണ്ടുമില്ല. അബൂജാഹിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മുഹമ്മദ് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷെ നമ്മളെ തൊട്ടോ എന്തോ തന്ത്രം കൊണ്ട്, കൺകെട്ട് വിദ്യ കൊണ്ട് ഒളിച്ചിരിക്കണം എന്ന് പറഞ്ഞ ഓനണ്ട് ഇറങ്ങിപ്പോയി. കണ്ടോ? ഇല്ല. എന്താണ് റസൂലുള്ള പ്രയോഗിച്ച ടെക്നിക്ക്? ഒന്നും പ്രയോഗിച്ചല്ല, ഒരു മാസ്മര വിദ്യയല്ല, വിശ്വാസം മാത്രമാണത്. ദൃഢമായ വിശ്വാസം. കാരണം അള്ളാഹു താല നിശ്ചയിച്ചതുപോലെ അല്ലാതെ സംഭവിക്കൂലുള്ള കാര്യം ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ കൂടെ ആയാൽ ഒരിക്കലും പിന്നെ അബൂജാഹിൽ കുഞ്ഞു നോക്കാനുള്ള പ്രശ്നം അവിടെ ഉദിക്കണില്ല. പിന്നെ വെറുതെ ടെൻഷനായിട്ട് കാര്യമുണ്ടോ? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും പേടിക്കണ്ടയില്ല ഈ പ്രപഞ്ചത്തിൽ. അള്ളാഹുവിന്റെ നിശ്ചയം സംഭവിക്കുള്ളൂ. അതാണ് ഈ ആയത്തിന്റെ ആശയങ്ങൾ. ഇതാണ് നമ്മൾ വെറുതെ ആയത്ത് പഠിച്ചാൽ പോരാ, അത് ശരിക്കും ഉൾക്കൊള്ളണം. ഈ ആയത്തുകൾ ഇനി മറക്കരുത്. എവിടെ യാസീൻ ഓതുമ്പോൾ ഓർമ്മ ഉണ്ടാകണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിശ്ചയമായും മരിച്ചവരെ നാം ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, ആ മനുഷ്യർ കൊണ്ടുവന്ന കാര്യങ്ങളെയും അതിന്റെ ഫലങ്ങളെയും നാം എഴുതി വെക്കുക തന്നെ ചെയ്യും. അത് മാത്രമോ, വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാ വസ്തുക്കളെയും നാം വ്യക്തമായ ഒരു അവലംബ ഗ്രന്ഥത്തിൽ സംക്ഷേപിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം കൂടി എഴുതി വെക്കാൻ ഒരുപാട് കടലാസുകളും പേനകളൊന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പഠിച്ചോനെ ഈ റെക്കോർഡെല്ലാം കൂടി എവിടെ ആയിരിക്കും? അത് എഴുതി വെച്ച സ്ഥലം ഒരു ഭയങ്കര ഓഫീസ് റൂം തന്നെ ആയിരിക്കും. അവിടെ നിറയെ പുസ്തകത്തിന്റെ കെട്ടുകൾ ഉണ്ടാവും, ഫയൽ ഇങ്ങനെ പൊടി പിടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടാവും. നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ ഓഫീസിലൊക്കെ ചെന്നതുപോലെ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒന്നും വേണ്ട. അള്ളാഹ് പറഞ്ഞത് ഈ ഇമാമി മുബീൻ എന്നാണ്, ചെറിയ ഒരു അവലംബ ഗ്രന്ഥം. അത്രയേ ഉള്ളൂ. കോടാനുകോടി വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ ഇപ്പൊ പഴയ മാതിരി ഒന്നും അല്ലല്ലോ. ഇപ്പൊ നിങ്ങൾ നോക്കൊരു മൊബൈൽ ഫോണാണ്, അതിന്റെ ഉള്ളില് എത്രയോ ലോകത്തിന്റെ നാനാഭാഗത്ത് വരുന്ന വിവരങ്ങൾ ഇതിൽ ശേഖരിച്ചു വെക്കാണ്. ഇതിന്റെ മെമ്മറിയിൽ ഉണ്ടല്ലോ. ഇത് വെക്കിയാൽ കിട്ടൂലേ? എവിടെ ചോദിച്ച് തുറന്നു നോക്കിയാലോ എവിടെ ഒരു കടലാസും പെണ്ണൊന്നും ഇതിന്റെ ഉള്ളിലില്ല. എന്താ സംഗതി? ഒരു ചെറിയ സിലിക്കൺ ചിപ്പാണ്. അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഈ സാധനങ്ങൾ അത്രയും, ഈ മെസ്സേജുകൾ അത്രയും അതിൽ ശേഖരിച്ചു വെക്കുകയാണ്.
അപ്പൊ ശേഖരിച്ചു വെക്കാൻ ഭയങ്കര അത്യന്താധുനികമായ ടെക്നോളജി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനുഷ്യന്മാർക്ക് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പൊ അള്ളാന്റെ കാര്യം നിങ്ങൾക്ക് പറയണോ? അള്ളാന്റെ അടുക്കലുള്ള കമ്പ്യൂട്ടറും അതിന്റെ മദർ ബോർഡും അതിന്റെ മെമ്മറി പവറും ഒക്കെ എത്രയാണ് എന്നുള്ളത് നമ്മൾക്ക് പറയാൻ കഴിയോ? അള്ളാഹു തആല എങ്ങനെയാണ് ശേഖരിച്ചു വെക്കുന്നത് എന്ന്, എത്ര സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു ശേഖരിച്ചു വെക്കുന്നത് എന്ന്. അപ്പോൾ നമ്മെ അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ശേഖരണ വൈദഗ്ധ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും അതൊക്കെ എന്റെ റെക്കോർഡിൽ ഉൾക്കൊള്ളുന്നതാണ്. അതിനാൽ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളുടെ സർവകർമ്മങ്ങളെ കുറിച്ചും നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ റെക്കോർഡുണ്ടാകും. ആ റെക്കോർഡ് നാളെ നിങ്ങളുടെ വിചാരണ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കപ്പെടുകയും ചെയ്യും. ഇനി ഇപ്പൊ അള്ളാഹു ഈ ആയത്തുകളിൽ പറഞ്ഞത്, ആദ്യം മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പ്രവാചകത്തിന്റെ യാഥാർത്ഥ്യം ഖുർആനെ സാക്ഷി നിർത്തി അള്ളാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തി. അതിന്റെ ഉത്ബോധനങ്ങൾ നേർമാർഗമാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. പക്ഷെ ആ നേർമാർഗം എല്ലാവരും സ്വീകരിക്കുകയില്ല എന്നും, കഠിന ഹൃദയരായ ഒരു വിഭാഗം ആളുകൾ അവരതിനെ നിരാകരിക്കുമെന്നും, അവർക്ക് കിട്ടാനുള്ളത് കഠിനമായ അദാബാണെന്നും അല്ലാഹു തആല പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഈ ഋജുബാധ സ്വീകരിക്കാൻ വിശ്വാസികളായ ആളുകൾ ഉണ്ടാകും. അവർ വിശുദ്ധ ഖുർആന്റെ ഉത്ബോധനങ്ങളെ പിന്തുടരുന്നവരായിരിക്കും. അവർ ഏകാന്തതയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കും. അവർക്ക് പരലോകത്ത് അത്യുന്നതമായ മാന്യമായ പ്രതിഫലമുണ്ടാകും. ആ പ്രതിഫലം ലഭിക്കുന്ന നാളിലേക്ക് മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആ സമയത്ത് അവനെ വിചാരണ ചെയ്യും. വിചാരണ ചെയ്യാനുള്ള റെക്കോർഡുകൾ ഇഹലോകത്ത് ജീവിക്കുന്ന സമയത്ത് അവന്റെ കർമ്മങ്ങളായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് വിശ്വാസികളുടെ സമൂഹമേ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിന്റെ അരികിൽ ശേഖരിച്ചു വെച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ ഈമാനിന്റെ അടിസ്ഥാനപരമായ മൗലികമായ ആശയമാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി നിഷേധികളും ധിക്കാരികളുമായ ആളുകൾ ഇതൊന്നും ഒരാൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ, അംഗീകരിക്കുന്നില്ലെങ്കിൽ അവന് ഇഹലോകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ മുമ്പ് ഇങ്ങനെ നിഷേധിച്ചു പോയൊരു സമൂഹത്തിന്റെ കഥ പറയുകയാണ്. ഇത് പിന്നെ ചരിത്രമാണ്. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ ഓതിയിട്ട് അതിന്റെ ആശയം, ആ ചരിത്രം മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓരോ ആയത്തുകളും നിങ്ങളിത് പഠിക്കാനുള്ള നിങ്ങൾക്ക് പ്രയാസമാണ്, അത് അത്യാവശ്യമല്ല. ഇതാ ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. യാസീൻ സൂറത്തിലുള്ള ഇങ്ങനെ വെറുതെ എവിടെയെങ്കിലും മരിച്ചു കൊടുത്തൊന്ന് ഓതുമ്പോ ഓർമ്മിക്കാന്നല്ലോ. وَضَرِبَ لَهُم مَّثَلًا أَصْحَابَ الْقَرْيَةِ إِذْ جَاءَهَا الْمُرْسَلُونَ إِذْ أَرْسَلْنَا إِلَيْهِمُ اثْنَيْنِ فَكَذَّبُوهُمَا فَعَزَّزْنَا بِثَالِثٍ فَقَالُوا إِنَّا إِلَيْكُمْ مُرْسَلُونَ قَالُوا مَا أَنْتُمْ إِلَّا بَشَرٌ مِثْلُنَا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وضرب لهم مثلا റസൂലേ, തങ്ങളവർക്ക് മാതൃകകൾ പറഞ്ഞു കൊടുക്കണം, ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തിനാണ്? ഇനിയുള്ള സമൂഹം പാഠം പഠിക്കാൻ. മുമ്പുള്ളവർക്ക് എന്താ സംഭവിച്ചത് പറഞ്ഞു തരുമ്പോഴല്ലേ നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അതിനാൽ തങ്ങൾ അവർക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആരുടെ ഉദാഹരണമാണ്? അസ്ഹാബുൽ ഖറിയ, ഒരു ഗ്രാമീണ ജനതയുടെ കഥയാണത്. ഇത് ജാഅൽ മുർസലൂൻ, അവർക്ക് മുർസലീങ്ങൾ വന്നപ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് ആ കഥ റസൂലേ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് അർസൽനാ ഇലൈഹി മുസ്നൈൻ, ഞാൻ അവരിലേക്ക് 2 മുർസലീങ്ങളെയാണ് അയച്ചിരുന്നത്. ഫകസ്സബൂഹുമാ, അപ്പോൾ ആ ജനത 2 പേരെയും നിഷേധിച്ചു, അവർ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഫഅസ്സസ്നാ ബിസാലിസ്, 3-മതൊരാളെയും കൂടി നൽകി ഞാൻ ആ 2 പേർക്കും ശക്തി പകർന്നു. ഫഖാലൂ ഇന്ന